ഇരുട്ടുള്ള മുറിയിൽ കൈകളിൽ മെഴുകുതിരി പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു കഴിഞ്ഞാൽ 3 തവണ ബ്ലഡി മേരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കയ്യിലൊരു ചോരക്കുഞ്ഞുമായി അവർ വരും. ബ്ലഡി മേരി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്സൻ വേൾഡ്. ബ്ലഡി മേരി എന്ന് കേട്ടിട്ടുണ്ടോ? ഏകദേശം 5 നൂറ്റാണ്ടുകളായി പേര് ലോകത്തെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ബ്ലഡി മേരി. തനിയെ ഇരിക്കുന്നവരെയും കണ്ണാടിക്ക് മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെയുമൊക്കെ ബ്ലഡി മേരി കൊല്ലുന്നതായും ഇംഗ്ലണ്ട് മുഴുവൻ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് 500 വർഷത്തോളമായി. ആധുനിക കാലത്തും ഈ വിശ്വാസത്തിൽ ഒരു കുറവും വന്നിട്ടില്ല അവിടെ. ബ്ലഡി മേരിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ 2 രീതിയിൽ സാധിക്കുമെന്നാണ് ഇംഗ്ലണ്ടുകാർ വിശ്വസിക്കുന്നത്. ഒന്ന്, ഒറ്റയ്ക്കൊരു മുറിയിൽ മെഴുകുതിരി വെട്ടത്തിൽ ബ്ലഡി മേരി എന്ന് 3 വട്ടം വിളിച്ചാൽ അവർ പ്രത്യക്ഷപ്പെടുമെന്നും കൊല്ലുമെന്നും വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, കല്യാണമാകാത്തവർ, കുട്ടികൾ ഉണ്ടാകാത്തവർ ഇങ്ങനെ ചെയ്താൽ രക്തം പുരണ്ട കുഞ്ഞുമായി ബ്ലഡി മേരി കണ്ണാടിയിൽ പ്രതിഫലിക്കുമെന്നുമാണ് വിശ്വസിക്കുന്നത്. കല്യാണം കഴിയാത്തവരുടെയും കുട്ടികൾ ഉണ്ടാകാത്തവരുടെയും കാര്യത്തിൽ എന്താണ് മേരിക്ക് ഇത്രയധികം താല്പര്യം? അതറിയണമെങ്കിൽ ഇവരുടെ ചരിത്രം മനസ്സിലാക്കണം. ഒരിക്കൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് മേരി. ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് രാജവംശ പരമ്പരയിൽ ആദ്യത്തെ രാജ്ഞിയാണ് ഇവർ. അതുവരെ പുരുഷ മേൽക്കോയ്മ വാണിരുന്ന ബ്രിട്ടീഷ് റോയൽ കുടുംബത്തിൽ ആദ്യമായി വന്ന രാജ്ഞി. ക്യൂൻ മേരി എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. 1500കളിൽ ലോകത്ത് ആണുങ്ങൾ മാത്രം ഭരണാധികളായിരുന്ന കാലമായിരുന്നു. അവിടെയാണ് രാജകീയ സിംഹാസനത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നത്. ബ്രിട്ടനിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ക്യൂൻ മേരിയുടെ ജീവിതത്തിൽ ഒട്ടനവധി അവിശ്വസനീയമായ കാര്യങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. മായാഗർഭം ധരിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഗർഭിണി അല്ലെങ്കിൽ കൂടെ വയറു വീർക്കുകയും ഗർഭമുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഏതായാലും ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ആദ്യ രാജ്ഞിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ തീർച്ചയായും അവരുടെ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെയാവണം അങ്ങനെ വിശ്വസിക്കുന്നത്. ക്യൂൻ മേരി എങ്ങനെയാണ് ബ്ലഡി മേരിയായി മാറിയത്? 1516 ഇംഗ്ലണ്ടിലാണ് മേരി ജനിച്ചത്. ആൺകുട്ടി ജനിക്കുമെന്ന് കരുതിയിരുന്ന ഹെൻറി രാജാവിനെ അസ്വസ്ഥനാക്കിക്കൊണ്ട് മേരിയുടെ ജനനം. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഹെൻറി രാജാവ് മേരിയുടെ അമ്മയായ രാജ്ഞിയുമായി വിവാഹമോചനത്തിന് തയ്യാറായത്രേ. ഇതിനുശേഷം വീണ്ടും ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞിനെ എലിസബത്ത് എന്ന് പേരിട്ടു. എന്നാൽ ആ ആൺകുഞ്ഞിനെ ലഭിക്കാത്തതിനാൽ ഈ വിവാഹത്തിൽ നിന്നും രാജാവ് വിവാഹമോചനം നേടി. ശേഷം വീണ്ടും ഒരു വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ആൺകുഞ്ഞ് മാത്രം ജനിച്ചില്ല. അങ്ങനെ അധികാര കൈമാറ്റം നടത്തുവാനായി ഒരു ആൺകുഞ്ഞിനെ ലഭിക്കാനാകാതെ ഹെൻറി രാജാവ് മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം എലിസബത്ത് അധികാരത്തിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കി തുടങ്ങി. മൂത്തവളായ അമേരിക്ക തൻ്റെത്ര സൗന്ദര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു എലിസബത്തിൻ്റെ പ്രധാന മുന്നേറ്റം. ഇംഗ്ലീഷ് സൊസൈറ്റി അക്കാലത്തും രാജകുടുംബത്തിൽ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുള്ളവരും അതുസംബന്ധമായ ഗോസിപ്പുകളിൽ താല്പര്യമുള്ളവരുമായിരുന്നു. രാജകീയ സൗന്ദര്യം ഇല്ലെന്ന് കാരണം തരണം ചെയ്തുകൊണ്ട് മേരി തന്നെ രാജ്ഞിയായി. തൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചായിരുന്നു ക്യൂൻ മേരി വളർന്നത്. താനൊരു പെണ്ണായി പിറന്നതിലുള്ള പിതാവിൻ്റെ അവഗണന, പൊതുസമൂഹത്തിൻ്റെ കളിയാക്കലുകൾ തുടങ്ങിയവയെല്ലാം മേരിയെ പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിലാണ് വളരാൻ അനുവദിച്ചത്. ഇത്തരം മാനസികാവസ്ഥകളിൽ നിന്നും എല്ലാം നേരിട്ടൊരു മോചനമായി തോന്നിയത് മതപരമായ വിശ്വാസങ്ങളായിരുന്നു. കടുത്ത കത്തോലിക്ക വിശ്വാസിയായി മാറിയ മേരി അക്കാലത്ത് ഇംഗ്ലണ്ടിൽ കത്തോലിക്ക വിശ്വാസത്തോടു കൂടെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരും ഉണ്ടായിരുന്നു. കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മേരി അധികാരത്തിലെത്തിയതിനു ശേഷം പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർക്ക് ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ചരിത്രം പറയുന്നത്. റാണിപദം ഏറ്റെടുക്കുമ്പോൾ മേരിക്ക് 37 വയസ്സായിരുന്നു. സ്ത്രീകൾ അധികാരത്തിലിരിക്കുന്നത് പാരമ്പര്യമായി ശരിയല്ലെന്നും അതുമൂലമുള്ള ജനങ്ങളുടെ എതിർപ്പുകൾ ഇല്ലാതാക്കുവാനും വേണ്ടി അക്കാലത്ത് സ്പെയിനിലെ രാജകുമാരനെ മേരി വിവാഹം കഴിച്ചു. എന്നാൽ സൗന്ദര്യം ഇല്ലാതിരുന്ന മേരിക്ക് അധികനാൾ ഈ ബന്ധം നിലനിർത്താൻ സാധിച്ചില്ല. തൻ്റെ ജനങ്ങൾ തന്നെ ഇതിനുശേഷം തന്നെ കളിയാക്കാൻ തുടങ്ങിയതോടുകൂടി ഒരു ആൺകുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹം മേരിയിൽ ഉടലെടുത്തു. തനിക്കൊരു ആൺകുഞ്ഞ് പിറക്കുന്നതോടെ അധികാരം കൈമാറാൻ പാകത്തിലുള്ള ഒരു ആൺതലമുറ വരുമെന്ന വിശ്വാസം മേരിയെ മായാഗർഭം ധരിക്കുവാൻ പാകപ്പെടുത്തി. ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും അധികം മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു റാണിയെ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ദിവസം സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ക്യൂൻ മേരി ഗർഭിണിയായി.
അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിമർശനങ്ങളും പാഴ്ക്കഥകളായി. ജനങ്ങൾ ആഘോഷത്തിലായി. കൊട്ടാരത്തിലെ ഗർഭകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇപ്പോഴും താല്പര്യമുള്ളവരാണ്. അതാണ് അവരുടെ പാരമ്പര്യം. പക്ഷേ ഇത് സത്യത്തിലൊരു യഥാർത്ഥ ഗർഭമല്ലായിരുന്നു. ഇതിനെ ശാസ്ത്രീയമായി പറഞ്ഞാൽ മായികമായ ഒരു അവസ്ഥ എന്ന് വേണം പറയാൻ. ഫാൻറ്റം പ്രഗ്നൻസി എന്ന് പറയും. മായാഗർഭം ഗർഭത്തിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും, പക്ഷേ യഥാർത്ഥ ഗർഭമല്ല. വയറ് വീർക്കൽ ഉൾപ്പെടെ ഉണ്ടാകും. മനസ്സിൻ്റെ ആഴത്തിൽ കഴിഞ്ഞ തീവ്രമായ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനത്തിനായി ശരീരം തൻ്റേതായ രീതിയിലേക്ക് മാറുന്ന മാജിക്. രാജപാരമ്പര്യത്തിൽ ഗർഭിണികളാകുന്നവർ പ്രസവത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു മുറിയിൽ തന്നെ താമസിക്കുന്നത് പതിവായിരുന്നു. ക്വീൻ മേരി തിരഞ്ഞെടുത്ത മുറിയിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു വലിയ കണ്ണാടിയും ഒരു മെഴുകുതിരിയുടെ വെട്ടവും മാത്രം. അങ്ങനെ പ്രസവവും കാത്ത് 5 ആഴ്ചകൾ കഴിഞ്ഞു. പ്രസവിച്ചില്ല. പല പ്രശ്നങ്ങൾ ഉണ്ടായുവെങ്കിലും ഒരു സമൂഹം വിശ്വാസത്തോടെ കാത്തിരുന്നു. ക്വീൻ മേരി 5 ആഴ്ചകൾക്ക് ശേഷം മുറിവിട്ട് പുറത്തു വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും പഴയ പോലെ സമൂഹം എതിരായി മാറി. വർഷങ്ങളായി അടക്കിവെച്ച കോപത്തിൽ പ്രൊട്ടസ്റ്റന്റുകാരാണ് തന്നെ ദ്രോഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുസ്ഥലത്ത് 300 പേരെ ജീവനോടെ ചുട്ടുകൊല്ലാൻ ഉത്തരവിട്ടു. ക്വീൻ മേരി ഇതിൽ 240 പുരുഷന്മാരും 60 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം ക്വീൻ മേരി ബ്ലഡി മേരിയായി അറിയപ്പെടാൻ തുടങ്ങി. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ക്വീൻ മേരി ഗർഭിണിയായതായ വാർത്ത പരന്നു. വീണ്ടും പഴയ മുറിയിലേക്ക് പോയിരിക്കുന്നു. 10 മാസം കഴിഞ്ഞും ഒന്നും സംഭവിക്കുന്നില്ല. ഈ മാനസികാഘാതം താങ്ങാൻ കഴിയാതെ 42ാമത്തെ വയസ്സിൽ ക്വീൻ മേരി മരിക്കുന്നു. അധികാരത്തിലേറി 5 വർഷങ്ങൾ കഴിഞ്ഞ് മനംനൊന്ത് മരണം. രാജ്ഞിയായിരിക്കുമ്പോൾ നീറിയുള്ള ജീവിതം. മേരിയുടെ മരണശേഷം സഹോദരിയായ എലിസബത്ത് രാജ്ഞിയാകുന്നു. ഈ വംശവലിയിലെ അവസാനത്തെ ആളാണ് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് ലോകരാജ്ഞി എലിസബത്ത്. ക്വീൻ മേരിയുടെ ആത്മാവ് ബ്ലഡി മേരിയായി രൂപമെടുത്ത് ഇന്നും ഇംഗ്ലണ്ടിൽ എവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമാണ്. ഈ കഥകളെല്ലാം തന്നെ മേരി ഒരു രാജ്ഞിയായിരുന്നു എന്നതുകൊണ്ട് ബലപ്പെട്ടതുമായിരിക്കാം. ഓജോ ബോർഡ് പോലെ ലോകത്താകമനം വിശ്വസിക്കപ്പെടുന്ന ഒന്നാണിത്. ഇനിയിപ്പോൾ ശരിക്കും ഈ ബ്ലഡി മേരി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരുട്ടുള്ള മുറിയിൽ രാത്രി ഒറ്റയ്ക്ക് ഒരു മെഴുകുതിരി പിടിച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നമ്മളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കും നമ്മളെ മുന്നിൽ വേറെന്തോ രൂപം ആണ് ഉള്ളത് എന്ന്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കിരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളുടെ മുന്നിൽ കൂടെ ഒരു രൂപം കടന്നു പോകുന്നുണ്ടെന്ന്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരുപാടധികം വീഡിയോസുമായി വരുന്നത് വരെ ബൈ.